ഇപ്പോൾ ഈ സമയത്ത് സഖാവ് ശിവൻകുട്ടി ഇത്രയും പ്രകോപിതനാകാൻ എന്താണ് കാരണമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറിയാണ്. പ്രകോപനം ഉണ്ടാക്കാനോ പ്രകോപിതനാകാനോ ഞാനില്ല. അതിന് എൻ്റെ രാഷ്ട്രീയ ബോധം അനുവദിക്കുന്നില്ല. ആ രാഷ്ട്രീയ ബോധം എല്ലാവർക്കും വേണം. TMCയെ സംബന്ധിച്ച് സഖാവ് ശിവൻകുട്ടിയെ എന്തെങ്കിലും പഠിപ്പിക്കാൻ ഞാൻ ആളല്ല. TMCയെ സംബന്ധിച്ചുള്ള ലെഫ്റ്റ് രാഷ്ട്രീയം, ഇടതുപക്ഷ രാഷ്ട്രീയം എന്താണെന്ന് ശിവൻകുട്ടിയെ പഠിപ്പിക്കാൻ എന്നേക്കാളും എന്തുകൊണ്ടും അർഹരും അവകാശമുള്ളവരും രഘുവന്ദൻ മാഷുമാണ്. അവർ പഠിപ്പിക്കട്ടെ. TMC എന്ന പദ്ധതി NEP-യുമായിട്ട് കൂട്ടിയിണക്കപ്പെട്ട ഒന്ന് RSSൻ്റെ വിദ്യാഭ്യാസ അജണ്ട നടപ്പിലാക്കാനുള്ള ഒരു നീക്കം. അതിനെപ്പറ്റിയുള്ള ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ശരി എന്താണെന്ന് ഞാൻ പഠിപ്പിക്കുന്നില്ല. പക്ഷേ അത് പഠിപ്പിക്കാൻ CPM-ൻ്റെ നേതാക്കൾ ഈ നാട്ടിലുണ്ട്. അതവർ ഇതൊന്നും ഞാൻ പറയില്ല. ശിവൻകുട്ടിക്ക് നല്ല രാഷ്ട്രീയ ബോധമുണ്ട്. ശിവൻകുട്ടി നല്ല രാഷ്ട്രീയ നേതാവാണ്. ശിവൻകുട്ടി മാന്യ സുഹൃത്താണ്. ശിവൻകുട്ടി CPM നേതാവാണ്. ശിവൻകുട്ടി ആദരണീയനായ വിദ്യാഭ്യാസ മന്ത്രിയാണ്. എല്ലാമാണ്. ശിവൻകുട്ടി നല്ല രാഷ്ട്രീയ ബോധമുണ്ട്. ഒരു കാരണവശാലും ശിവൻകുട്ടിയെ ചെറുതാക്കാൻ ഞാനില്ല. ശിവൻകുട്ടിയോട് ഞാൻ എന്താ പറയേണ്ടത്? TMCയും സമഗ്ര ശിക്ഷാ കേരളയും രണ്ടും ഒന്നല്ല. രണ്ടും തമ്മിൽ കൂട്ടിക്കെട്ടുന്നത് BJP രാഷ്ട്രീയമാണ്. അതല്ല നമ്മുടെ രാഷ്ട്രീയം. LDF രാഷ്ട്രീയം അതല്ല. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിൻ്റെ വെളിച്ചത്തിൽ SSK ഫണ്ട് കിട്ടാൻ നമുക്ക് അവകാശമുണ്ട് എന്നതാണ് CPIയുടെ നിലപാട്. CPIയുടെ നിലപാടായിരിക്കും LDF-നും അതായിരിക്കും സ്വീകാര്യം. എന്തായാലും CPM-ന് അത് മനസ്സിലാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. SSKയും TMCയും കൂടെ കൂട്ടിക്കെട്ടിക്കൊണ്ട് ആ ന്യായം പറഞ്ഞ് അവകാശപ്പെട്ട SSK ഫണ്ട് തട്ടിപ്പറിക്കാൻ കേന്ദ്രം ശ്രമിച്ചാൽ ഇടതുപക്ഷം അതിനെ രാഷ്ട്രീയമായി അതുപോലെ തന്നെ നിയമപരമായി നേരിട്ടേ തീരും. ആ രാഷ്ട്രീയം LDF-നുണ്ട്. ആ രാഷ്ട്രീയം ശിവൻകുട്ടിക്ക് എന്തായാലും ബോധ്യപ്പെടും. ഈ രാഷ്ട്രീയ വിജയം അവകാശപ്പെടുന്നത് ശരിയല്ല എന്നാണ് ശിവൻകുട്ടി പറയുന്നത്. രാഷ്ട്രീയ വിജയമാണ്, വിജയം ആർക്കാണെന്ന് പറയാൻ കഴിയുന്ന കാര്യമാക്കിയത് എന്നൊക്കെ അദ്ദേഹം പറയുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. പലവട്ടം എന്നോട് ചോദിച്ചു, എല്ലാം ചോദിച്ചു, ഈ വിജയം CPIയുടെ വിജയമല്ലേ എന്ന്. ഞാൻ പറഞ്ഞു, വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും അളവുകോൽ വെച്ച് ഇതളക്കാൻ ഞങ്ങളില്ല. ആണെൻ്റെ വാചകം, ഞങ്ങളില്ല. നിങ്ങൾക്ക് അങ്ങനെ അളക്കാൻ വാശിയുണ്ടെങ്കിൽ ഞങ്ങൾ പറയും, CPI പറയും, ഇത് LDF-ൻ്റെ രാഷ്ട്രീയ വിജയമാണെന്ന് പറയും. ഞാൻ കൂട്ടിച്ചേർത്തു, LDF രാഷ്ട്രീയത്തിൻ്റെ വിജയം, LDF-ൻ്റെ ഐഡിയോളജിയുടെ വിജയം, LDF-ൻ്റെ ഐക്യത്തിൻ്റെ വിജയം. അത് ഞാൻ പറഞ്ഞത്. അവിടെയാണ് CPI ഇപ്പോഴും നിൽക്കുന്നത്. വരവണ്ണം മാറാതെ, ലെവലേശം തെറ്റാതെ CPI പറയുന്നു, ഈ കത്തെഴുതിയ കാര്യമടക്കമുള്ള എല്ലാ കാര്യങ്ങളും CPI-യുടെയും CPM-ൻ്റെയും അടക്കം LDF-ൻ്റെ വിജയമാണ്, രാഷ്ട്രീയ വിജയമാണ്. ആ രാഷ്ട്രീയ വിജയം LDF-ൻ്റെ രാഷ്ട്രീയ ആശയത്തിൻ്റെ വിജയമാണ്. അത് ഇന്ത്യയിലെമ്പാടും TMCക്കെതിരെ പടപെട്ടുന്ന വമ്പിച്ച രാഷ്ട്രീയ ബോധമുള്ള അധ്യാപക പ്രസ്ഥാനത്തിൻ്റെയും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെയും വിജയമാണ്. അത് പറയുമ്പോൾ ഞാൻ AISF-നെ കാണുന്നു, SFI-യെ കാണുന്നു. ഈ ഘട്ടത്തിൽ നമ്മുടെ മന്ത്രി ശിവൻകുട്ടി ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? ഒരു ആലോചനയില്ലാതെ CPM-ൻ്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഒന്നും പിന്തുണയില്ലാതെ അദ്ദേഹം പറയുമോ? തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, എന്ത് കാരണമാണെങ്കിലും ശരി, ഈ സമയത്ത് ആര് പ്രകോപനമുണ്ടാക്കിയാലും ആ പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഖാവ് ശിവൻകുട്ടിയാണെങ്കിൽ പോലും പ്രകോപിക്കപ്പെടാൻ CPI ഇല്ല. CPI-ക്ക് വലുത് LDF രാഷ്ട്രീയമാണ്, LDF വിജയമാണ്. അത് ഉപസമിതിക്ക് ഗൗരവമുണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഉപസമിതി കൺവീനറായ ശിവൻകുട്ടി ആ ബോധ്യമുണ്ടാകണം. നല്ല കാര്യം, അദ്ദേഹം പറയട്ടെ.
ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPI LDF രാഷ്ട്രീയത്തിൻ്റെ ഐക്യത്തിനോ വിജയത്തിനോ ഭംഗമുണ്ടാക്കുന്ന ഒന്നും പറയില്ല, ഒന്നും ചെയ്യില്ല. പദ്ധതിയിൽ പിന്മാറിയിട്ടില്ല, അത് മരവിപ്പിച്ചിട്ട് മാത്രമേ ഉള്ളൂ എന്നാണ് ഇപ്പോഴും വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട്. അതേപ്പറ്റി CPI പറയട്ടെ, ഞാൻ പറയുന്നില്ല. ശരിയപ്പോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.